എല്ലാവർക്കും നമസ്കാരം. പുകയൂണി ഫാമിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നീട് വേറൊരു കാര്യമാണ് ക്യാമ്പ് എപ്പോഴാണ് ആരംഭിക്കുന്നത്, ക്യാമ്പ് എപ്പോഴാണ് അവസാനിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എങ്ങനെയാണ് യാത്ര പ്ലാൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ ക്യാമ്പ് തുടങ്ങുന്നത് ആദ്യത്തെ ദിവസം ഉച്ചയ്ക്കാണ്. ഓക്കെ, ഉച്ചയ്ക്ക് ഭക്ഷണം ക്യാമ്പിലുണ്ടാവും. ആ ഭക്ഷണം കഴിഞ്ഞിട്ട് ഒരല്പസമയം വിശ്രമവും നമ്മുടെ ഒരു പേഴ്സണൽ ഹെൽത്ത് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശേഖരിക്കും. അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിൻ്റെ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു 12 മണിക്കും ഉച്ചയ്ക്ക് 2 മണിക്കും ഇടയിലായിട്ട് ക്യാമ്പിൽ എത്തിച്ചേരുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ജനറലി ആളുകളോട് പറയുക. ഓക്കെ, പക്ഷേ നിങ്ങൾ വളരെ ദൂരെ നിന്ന് യാത്ര ചെയ്ത് വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വളരെ രാവിലെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ബസ്സുണ്ട്. നിങ്ങൾക്ക് രാവിലെ 8 മണിക്കോ 9 മണിക്കോ മുമ്പേ ആയിട്ടും ക്യാമ്പിൽ വന്നാൽ കുഴപ്പമൊന്നുമില്ല. ഇനിയല്ല നിങ്ങളുടെ ഏത് സമയത്താലും രാവിലെ വളരെ നേരത്തെയാണ് ക്യാമ്പിലേക്ക് വരുന്നതെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്കതിന് അവിടെ വിശ്രമിക്കാനുള്ള സൗകര്യം തരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഭക്ഷണം തരാനും നമ്മൾ തയ്യാറാണ്. അതിനൊന്നും ബുദ്ധിമുട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് രാവിലെ വരുന്നവർക്ക് അങ്ങനെ വരാം. അതായത് ഉച്ചയ്ക്ക് എത്താവൂ എന്ന് വിചാരിക്കേണ്ട, അല്ലെ ഉച്ചയ്ക്ക് മുമ്പേ വന്നു കഴിഞ്ഞാൽ അവിടെ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾക്ക് നേരത്തെയാണ് നിങ്ങൾ എത്തുന്നതെങ്കിൽ നേരത്തെ വരാം. ഓക്കെ, ഇനി പിന്നെ രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ വളരെ രാവിലെ പുറപ്പെടുക. എന്തായാലും ഉച്ചയോടുകൂടി എത്തിച്ചേരാൻ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു മധ്യ കേരളത്തിലോ ഇങ്ങോട്ടോ ഉള്ള ആളുകളും മലബാർ ഏരിയയിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വളരെ രാവിലെ പുറപ്പെട്ടിട്ട് ഉച്ചയോടുകൂടി എത്തിച്ചേരാൻ ശ്രമിക്കുക. ദൂരെ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ തലേദിവസം രാത്രി യാത്ര ചെയ്ത് രാവിലെ എത്തിച്ചേരാൻ നോക്കുക. ഇനി നിങ്ങൾക്ക് തലേദിവസം രാത്രി യാത്ര ചെയ്ത് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് തലേദിവസം പകൽ യാത്ര ചെയ്തിട്ട് വൈകിട്ടോടുകൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാമ്പ് സെൻറ്ററിൽ വരാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് താമസിക്കാനും അന്ന് രാത്രിത്തെ ഭക്ഷണവും പിറ്റേ ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ക്യാമ്പ് സെൻറ്ററിൽ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാം. അതിന് വളരെ ചെറിയൊരു തുക, അതായത് നിങ്ങൾ പുറത്തൊക്കെ റൂം എടുത്ത് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടതിൻ്റെയും ഒരു അതിനേക്കാൾ വളരെ ചെറിയ ഒരു തുകയിൽ നിങ്ങൾക്ക് അവിടുത്തെ താമസവും ഭക്ഷണവും നമ്മൾ ക്യാമ്പിന് പുറമേ ഉള്ളതായതുകൊണ്ട് നമുക്കത് പ്രത്യേകം അറേഞ്ച് ചെയ്തതായതുകൊണ്ട് അതിനുള്ള ചെറിയൊരു ചിലവ് നിങ്ങൾ എടുക്കണമെന്ന് മാത്രം. വളരെ ചെറിയൊരു തുക നിങ്ങളതിന് ഒരു സഹായമായിട്ട് നൽകിയാൽ മതി. ഓക്കെ, അപ്പോൾ ആ രീതിയിലും ചെയ്യാം. തലേ ദിവസം രാത്രി എത്തിച്ചേരാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ തലേ ദിവസം വൈകിട്ട് എത്തിച്ചേരാവുന്ന രീതിയിൽ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് അന്ന് രാത്രി സുഖമായി ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ മുതൽ ഉച്ചവരെ ക്യാമ്പിൻ്റെ ഈ നമ്മുടെ ക്യാമ്പ് സെൻറ്ററിലൊക്കെ ഒന്ന് ചിലവഴിച്ച് റിലാക്സ് ചെയ്തിട്ട് അന്ന് ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് നമുക്ക് ക്യാമ്പിൽ എല്ലാവരുടെയും കൂടെ ക്യാമ്പിൽ പങ്കെടുക്കാം. ആ രീതിയിൽ ചെയ്യാം. ഇനി ക്യാമ്പ് കഴിഞ്ഞിട്ടും ഇതേപോലെ നിങ്ങൾക്ക് തിരിച്ചു പോകാൻ നിങ്ങൾക്ക് അന്ന് വൈകിട്ടത്തെ ട്രെയിനുകൾ നോക്കാം, വൈകിട്ടത്തെ ബസ്സുകൾ നോക്കാം. അങ്ങനെ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഇനിയല്ല അന്ന് പിന്നെ തിരിച്ചു പോകാനുള്ള ട്രെയിനോ ബസ് സർവീസോ കാര്യങ്ങളോ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാമ്പ് കഴിഞ്ഞിട്ട് ആ ദിവസം ഫാമിൽ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാവുന്നതാണ്. പകൽ യാത്ര ചെയ്ത് തിരിച്ചു പോകാവുന്ന രീതിയിൽ വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. ഓക്കെ, അവിടെയും ഞാൻ ഈ പറഞ്ഞ പോലെ അന്നത്തെ താമസത്തിനും ഭക്ഷണത്തിനുമുള്ള വളരെ ചെറിയൊരു തുക മാത്രം നിങ്ങൾ എക്സ്ട്രാ കൊടുത്താൽ മതിയാവും. ഓക്കെ, അത് വളരെ നിങ്ങൾക്ക് യാതൊരു തരത്തിലും ബാധ്യതയാവാത്ത രീതിയിൽ ഏറ്റവും ചെറിയൊരു തുകയ്ക്ക് നമ്മളത് ചെയ്തു തരും, നമ്മൾ ക്യാമ്പിൽ വരുന്ന ആളുകളായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു അവസരം കൂടി ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് വരുന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ പിന്നെ യാത്ര ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊന്നും ബുദ്ധിമുട്ടണ്ട. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തലേ ദിവസം വന്ന് നിൽക്കാം, ക്യാമ്പ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പോയാൽ മതി. നിങ്ങളൊരു റിട്ടയർഡ് ലൈഫിലോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ജോലിയുടെ സ്വഭാവം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് പ്രശ്നമല്ല എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ വരുന്ന കാര്യം ഞാൻ പറഞ്ഞു, പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് വരേണ്ടത്. പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വരുന്ന ആൾക്കാർ, സ്വന്തം വണ്ടിയിൽ വരുന്ന ആൾക്കാർക്ക് കണ്ണൂരിൽ നിന്നും തളിപ്പറമ്പ് വഴിയും വരാം. അപ്പോൾ അത്തരം ഡീറ്റെയിൽസൊക്കെ എല്ലാം നിങ്ങൾക്ക് എന്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ തരുന്നതായിരിക്കും. മാത്രമല്ല നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ, ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം ടോപ്പിക്കായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അറിയേണ്ട എല്ലാ കാര്യങ്ങളും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങളുടെ മനസ്സിൽ വെക്കുക യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ.